ഒരു കഥ പറഞ്ഞു തരട്ടെ. 22 വയസ്സുള്ള ഒരു പയ്യൻ സാധാരണ ഒരു പനി വരുന്നു. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പറയുന്നു നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, സാധാരണ ഇൻഫെക്ഷനാണ്. 1 വീക്കിലേക്ക് മെഡിസിൻ കഴിയും. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു. പയ്യൻ കൃത്യമായിട്ട് മെഡിസിൻസ് ഒക്കെ കഴിച്ചു. പക്ഷേ അവൻ്റെ കണ്ടീഷൻ കൂടുതൽ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പയ്യൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ഡോക്ടർ തോന്നുന്ന മറ്റൊരു ബ്ലഡ് ടെസ്റ്റ് ഓർഡർ ചെയ്യുന്നു. ആ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു സാധാരണ ഇൻഫെക്ഷനാണ്, പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഒരു മെഡിസിനും നിങ്ങളുടെ ബോഡിയിൽ വർക്ക് ചെയ്യാൻ പോകുന്നില്ല. പയ്യൻ്റെ കണ്ടീഷൻ കൂടുതൽ മോശമാവുന്നു, ICUവിലാവുന്നു, അവസാനം മരിക്കുന്നു. ഇപ്പം കേട്ടതൊരു ഫിക്ഷണൽ സ്റ്റോറിയല്ല. വേൾഡ് ഹെൽത്ത് കെയർ സിസ്റ്റം ഒട്ടാകെ പേരോടുകൂടി നോക്കി നിൽക്കുന്ന അടുത്ത പാൻഡമിക്കാണ്. അതിൻ്റെ പേരാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. പല ഇൻഫെക്ഷൻസും തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പലതരത്തിലുള്ള മെഡിസിൻസും വർക്കാവാത്തൊരവസ്ഥ, അതാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടാകുന്നത്, നമ്മൾ അതിലേക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? നോക്കാം. നിങ്ങൾക്ക് ചെറിയൊരു പനി ഉണ്ടാകുന്നു. നിങ്ങൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഡോക്ടർ നിങ്ങൾക്ക് 7 ദിവസത്തേക്ക് മെഡിസിൻ തരുന്നു. നിങ്ങളൊരു 3-4 ദിവസം കഴിച്ചപ്പോഴത്തേക്ക് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന 70 to 80% ബാക്ടീരിയകൾ നശിച്ചു പോയി. അപ്പോൾ നിങ്ങൾ സിംറ്റമാറ്റിക്കലി ഓക്കെ. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഞാൻ ഓക്കെ ആയല്ലോ, ഇനി എന്തിനാണ് അനാവശ്യമായിട്ട് മെഡിസിൻ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന മെഡിസിൻ എടുത്ത് മാറ്റി വെക്കും. പിന്നീട് നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതേ മെഡിസിൻ എടുത്ത് പുറത്തേക്കാണ്. ഈ സിറ്റുവേഷനിൽ നമ്മൾ 2 തരത്തിലുള്ള എക്സ്പോഷർ ഉണ്ടാക്കി കൊടുത്തത്. ഒന്ന് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കിയ എക്സ്പോഷറാണ്. നമ്മുടെ ബോഡിയിൽ 70 to 80% ബാക്ടീരിയ മാത്രം നശിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഒരു 10-20% ബാക്ടീരിയ ഇല്ലേ, അത് ഓൾറെഡി ഈ ആൻറ്റിബയോട്ടിക്കായിട്ട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ ഈ മെഡിസിൻ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും പുറത്തുള്ള ബാക്ടീരിയയും ഈ ആൻറ്റിബയോട്ടിക്കായിട്ട് എക്സ്പോസ്ഡ് ആയി. ഇങ്ങനെ ആൻറ്റിബയോട്ടിക്കുകളായിട്ട് എക്സ്പോസ് ആവുന്ന ബാക്ടീരിയാസ് ഓട്ടോമാറ്റിക്കലി അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള മോഡിഫിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. പിന്നീട് നമ്മൾ ഇതേ ആൻറ്റിബയോട്ടിക് അവർക്കെതിരെ ഉപയോഗിച്ചാലും അവരതിനെ റെസിസ്റ്റ് ചെയ്യില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ കഴിക്കാൻ മിച്ചം വെച്ച ആൻറ്റിബയോട്ടിക് നമ്മൾ പുറത്തെറിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് മാത്രമാണ് ഇതിന് കാരണമാകുന്നത്. പക്ഷേ അല്ല, നമ്മൾ കാർഷികപരമായി ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ, ഇപ്പോൾ കോഴി വളർത്തലിന് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ, മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ, പല വിളകളിലും രോഗങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കും. അതൊക്കെ അശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എൻവയോൺമെൻറ്റൽ എക്സ്പോഷറിന് കാരണമാവും. ആൻറ്റിബയോട്ടിക്കുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ബാക്ടീരിയയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. മറ്റൊരു തരത്തിലുള്ള ഇൻഫെക്ഷനും, വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിലും മറ്റ് പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണെങ്കിലും ഒന്നിലും ഈ ആൻറ്റിബയോട്ടിക്സ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മളെങ്ങനെ ബാധിക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന പല രോഗങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതാവും. ഈസി ആയിട്ടും അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടും ചെയ്തുകൊണ്ടിരുന്ന പല സർജറീസും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. മുറിവുകൾ ഉണങ്ങാനുള്ള കാലതാമസം വളരെ കൂടും. ഹോസ്പിറ്റലൈസേഷൻ ഡേയ്സ് വളരെ കൂടുകയും നമ്മുടെ ഹോസ്പിറ്റൽ ബിൽസ് എല്ലാം നേരെ മുകളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻറ്റിബയോട്ടിക്കുകൾ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം കഴിക്കുക, അതും ഫുൾ കോഴ്സ് കഴിക്കുക. ഒരു കാരണവശാലും ആൻറ്റിബയോട്ടിക്കുകൾ ഷെയർ ചെയ്യാതിരിക്കുക. ഒരു വെറ്റിനറി ഡോക്ടറുടെയോ അഗ്രികൾച്ചർ ഇൻസ്പെക്ടറുടെയോ മേൽനോട്ടത്തിൽ മാത്രം കാർഷിക ഉപയോഗങ്ങൾക്കായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സോ ഇൻഫെക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, കൃത്യമായി വാക്സിനേഷൻസ് എടുക്കുക, രോഗികളുമായി ഇടപെടുന്ന ആൾക്കാർ കൃത്യമായിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുക. എക്സ്പയർ ആയ ആൻറ്റിബയോട്ടിക്കുകൾ അടുത്തുള്ള ഫാർമസികളിലോ സർക്കാർ ആശുപത്രികളിലോ കൃത്യമായി ഏൽപ്പിക്കുക. Be a responsible citizen. Share this video with your friends and family. Stay healthy, stay curious. See you in next video.